നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം വായിക്കുന്നു. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ബട്ട് ടു ഡു ഗുഡ് ആൻഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഫോർഗെറ്റ് നോട്ട്, for with such sacrifice God is well pleasured. ഇന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിച്ചല്ലോ, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ മറക്കരുത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വചനം പോലെ ഈ വചനവും നമ്മളെ വളരെയധികം ശ്രദ്ധിക്കാനും ഓർമ്മപ്പെടുത്തുവാനും ഒക്കെ അവസരമാകുകയാണ്. നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ളവർക്കൊക്കെ നമുക്ക് നന്മ ചെയ്യാൻ കഴിയും. ഇന്ന് ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ വരുന്ന അനവധി പേരെ നമുക്ക് കാണാൻ കഴിയും. നന്മ ചെയ്യാൻ കഴിവുണ്ടായിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ്. നമുക്ക് നന്മ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്മ ചെയ്യണം. കഴിവില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾ വാക്കുകളാൽ അവരെ താങ്ങാം. നിങ്ങൾക്ക് നിങ്ങളുടെ പണം കൊടുത്തല്ലാതെ നിങ്ങൾക്ക് മറ്റു പല രീതിയിൽ അവരെ സഹായിക്കാൻ കഴിയും. ജീവിതത്തിൽ എല്ലാവരെയും പണം കൊടുത്ത് സഹായിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും. നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് കഴിയുന്നത് പോലെ സഹായിക്കാം. എന്നാൽ അതിനപ്പുറമായിട്ട് നന്മ ചെയ്യുവാൻ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് അനേകരെ സഹായിക്കാൻ കഴിയും. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കുക. നമുക്ക് കൂട്ടായ്മ കാണിക്കേണ്ടടുത്ത് നമ്മൾ കൂട്ടായ്മ കാണിക്കണം. ആരെങ്കിലും കൂട്ടായ്മ കാണിക്കട്ടെ എന്നല്ല, നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികളുമായിട്ട് കൂട്ടായ്മയുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുന്നവരല്ല. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നന്മ ചെയ്യാതെയും കൂട്ടായ്മ കാണിക്കാതെയും മാറി നിൽക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണാൻ കഴിയും. പ്രിയരെ, ദൈവം അതിൽ പ്രസാദിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാര്യം, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. പഴയ നിയമത്തിൽ വലിയ യാഗങ്ങൾ നടത്തുന്ന രീതികളുണ്ടായിരുന്നു. പാപപരിഹാരത്തിന് സർവാംഗ ഹോമയാഗം, പാപയാഗം, ഇങ്ങനെ പല രീതിയിലുള്ള പരിഹാര യാഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ യാഗത്തിലല്ല, കരുണയിലത്രേ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. കർത്താവ് യാഗമൃഗങ്ങളെ സ്വീകരിക്കുന്നതിലോ നമ്മൾ വലിയ യാഗങ്ങൾ നടത്തുന്നതിലോ അല്ല ദൈവത്തിൻ്റെ പ്രസാദം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആർദ്രത, കരുണ, സ്നേഹം ഇവയൊക്കെ ചെയ്യുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയരെ, ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ ഈ വക യാഗത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. നമുക്ക് വലിയ മീറ്റിങ്ങുകളോ കൺവെൻഷനുകളോ ക്രൂസൈഡുകളോ വലിയ ചർച്ച് ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ ലോകത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കാണിപ്പാൻ ഒക്കെ നമുക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ ജീവിതത്തിൽ ഒരു സാഹചര്യമില്ലാതെ തകർന്ന് ഉടഞ്ഞ് ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും നിരാശ പിടിച്ച് ഒന്നിനും കഴിയാത്ത സാഹചര്യത്തിൽ കാണപ്പെടുന്ന അനേക ജീവിതങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ കാണാൻ കഴിയണം. കണ്ണു തുറന്ന് നമ്മൾ നോക്കണം. ഈ 2026 നമ്മൾ കടന്നു വന്നു. നമ്മുടെ മുന്നിലൂടെ പോകുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ജീവിത സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമുക്ക് നന്മ ചെയ്യാൻ ഒരവസരമുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു അവസരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ അവസരം നിങ്ങൾ ഉപയോഗിക്കണം. കാര്യം, അങ്ങനെ നാം ചെയ്യുമ്പോൾ ഈ വക യാഗമാണ്, ഇതൊരു യാഗമാണ്. മറ്റു പലർക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണ്. അതൊരു യാഗമാണ്. ഒരു പ്രശ്നത്തിന് നടുവിലകപ്പെട്ട ഒരാളെ നാം രക്ഷിക്കുവാൻ ഒരു വലിയ ത്യാഗം ചെയ്താൽ അത് വലിയൊരു യാഗം തന്നെയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മ, ആ കൂട്ടായ്മയിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ ദൈവം അവസരം തരികയാണ്. അതുകൊണ്ട് ഈ 2026 അങ്ങനെയുള്ള മുഖാന്തരങ്ങളെ ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നത് മടുത്തുപോയ ധാരാളം പേരുണ്ട്. നമുക്ക് നന്മ ചെയ്യുമ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു റിട്ടേൺ നിനക്ക് ലഭിക്കുകയില്ല. അത് ചുവട്ടിൽ വെള്ളമൊഴിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉയരത്തിലെ കൊമ്പുകളിൽ നിന്നായിരിക്കും ഫലം ഉണ്ടാകുന്നത്. നമുക്കൊരാൾക്ക് നന്മ ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നീ തിരിച്ചു പ്രതീക്ഷിക്കരുത്. മറ്റൊരു തരത്തിലായിരിക്കാം ദൈവം നിനക്ക് നന്മകൾ മടക്കി തരുന്നത്. നമ്മൾ
കൂട്ടായ്മ കാണിച്ചതും നന്മ ചെയ്തതുമായ ആൾക്കാരിൽ നിന്ന് തിരിച്ച് നന്മ പ്രതീക്ഷിക്കുകയും നന്ദി പ്രതീക്ഷിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെയൊന്നും അത് ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ മടുത്ത് നന്മ ചെയ്യാതെ പോകാൻ സാഹചര്യമുണ്ട്. എന്നാൽ ആ സാഹചര്യത്തിൽ ഓർക്കണം, നമുക്ക് മറ്റൊരു തരത്തിൽ നിന്നാണ് ദൈവം ഇതിൻ്റെ പ്രതിഫലങ്ങളും നന്മകളും മടക്കിത്തരുന്നത്. അതുകൊണ്ട് ഈ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതെ ദൈവത്തിന് പ്രസാദമുള്ള ഈ വക യാഗത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയരെ, ദൈവം നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയും ബലവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ബ്ലെസ് ചെയ്യുന്നു. അവർക്ക് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും അവർക്ക് കൃപ നൽകണം. ഒന്നിനും അവർക്കൊരു കുറവുണ്ടാകരുത്. ഈ ഒരു വർഷം മുഴുവനും അവർ ജയത്തിലേക്ക് നടത്തണം. നന്മയും കരുണയും ആയുഷ്കാലം പിന്തുടരണം. ദൈവപ്രവൃത്തിക്കായി ഹൃദയങ്ങളെ വയ്ക്കുവാൻ ദൈവം സഹായിക്കണം. അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.